തൃശ്ശൂരിൽ മഴ കനക്കുകയാണ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. അശ്വനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിൻ്റെ പ്രവർത്തനം നിലച്ചു. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. രോഗികൾ ഉണ്ടാകുമല്ലോ. എന്താണ് ഇതിനൊരു പരിഹാരം കാണുന്നത്? എങ്ങനെയാണ്? ആശുപത്രിയുടെ മുൻവശത്തുള്ള കാന നിറഞ്ഞ് ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് വെള്ളം പ്രവേശിച്ചതാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാനായി കാരണം. കൂടാതെ റോഡിൽ നിന്നും താഴ്ന്ന നിലയിലാണ് ആശുപത്രിയുടെ ആ ഒരു കോമ്പൗണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുകയാണ്. നിലവിൽ അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളെ എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ഈ രോഗികൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷേ അതേസമയം തന്നെ ഈ ആശുപത്രിയിൽ വീണ്ടും ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് വെള്ളം കയറുന്നത്. അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ അവതാളത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സ്ഥലത്തിപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അതായത് കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ അത് പമ്പ് ചെയ്ത് മാറ്റുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അത് നൽകുന്നതിനെല്ലാമായാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ കനത്ത മഴയാണ് ഏതാനും മണിക്കൂർ ആയി ഉള്ളത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. പക്ഷെ വീടുകളിലേക്ക് ഇതുവരേക്കും വെള്ളം കയറുന്ന സ്ഥിതി എത്തിയിട്ടില്ല. പക്ഷേ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനാണ് സാധ്യത. ശരി, അശ്വിനി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണിത്. സമീപത്തെ ഓട നിറഞ്ഞൊഴുകി അതിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കയറിയിട്ടുള്ളത്. അത് വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നു. ലിഷ, ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള നടപടികൾ തുടങ്ങുന്നുണ്ടോ? ഇപ്പോഴും മഴയാണോ ആ ഭാഗത്തൊക്കെ? നിലവിൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയാലും തൊട്ടടുത്ത കാനയിലേക്ക് തന്നെയാണ് ഒഴുക്കി വിടേണ്ടത്. അത് ആ കാന നിറഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ ഒന്ന് ശമിച്ച ശേഷം ഈ വെള്ളമെല്ലാം ഒന്ന് താഴ്ന്ന മാത്രമേ ഫയർഫോഴ്സിന് കൂടുതലായുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായാലും നിസ്സഹാരായി നോക്കി നിൽക്കുകയാണ് കഴിയുകയുള്ളൂ. കാരണം മഴവെള്ളത്തെ തടയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ആശുപത്രിയുടെ അകത്തേക്ക് വെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടിയോ ഒരു ക്രമീകരണം ഒരുക്കാനായി എന്തായാലും കഴിയില്ല. കാരണം അത്രത്തോളം വെള്ളമാണ് ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒഴുകിയെത്തുന്ന വെള്ളം ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ശരി, എന്തായാലും വെള്ളം ഈ ആശുപത്രിയിൽ നിന്ന് പമ്പ് ചെയ്ത് മാറ്റിയാലും സമീപത്തെ ഓടയിൽ അവിടെയുള്ള വെള്ളമാണ് ഇപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്.